സംസ്ഥാനത്ത് വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്ന ഏവിയേഷൻ ഹബ്ബ് വഴി ഉണ്ടാകുന്ന നേട്ടങ്ങൾ കോതമംഗലം ഉൾപ്പെടെ മലയോര മേഖലകൾക്ക് കൂടി ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഷിബു തെക്കുംപുറം എം.എൽ.എ. ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. ഏവിയേഷൻ ഹബ്ബ് പദ്ധതിയിലൂടെ അതിന്റെ ഭാഗമായി കാർഷിക, മത്സ്യ, ഫാർമ മേഖലകൾക്കായുള്ള പാക്ക് ഹൗസുകൾ വിമാനത്താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന നഗരങ്ങൾ കൂടാതെ തൊട്ടടുത്തുള്ള കോതമംഗലം പോലുള്ള അനുബന്ധ നഗരങ്ങളിൽ സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമോ? ചീഫ് മിനിസ്റ്റർ സർ, ഇത് ഈ ഏവിയേഷൻ എന്ന് വെച്ചാൽ നമ്മളെ ഈ ചെറിയ സ്ഥലത്ത്, ഈ കേരളം പോലുള്ളൊരു ചെറിയ സ്ഥലത്ത് 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ്. അതിനെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. അത് പ്രയോജനപ്പെടുത്തുന്നത് കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഒരു പ്രദേശമല്ല, ഒരു വലിയ ഏരിയ വികസിക്കും. കാർഷിക മേഖലയ്ക്ക് അതിൻ്റെ ഗുണഫലം ഉണ്ടാവും. ഇവിടെ സീ പോർട്ടുണ്ട്, തിരുവനന്തപുരത്ത്, കൊച്ചിയിൽ സീ പോർട്ടുണ്ട്, അതുപോലെ കോഴിക്കോടും മലബാറിലെ കണ്ണൂരിലെ എയർപോർട്ട്, ഇതെല്ലാം ആ തരത്തിൽ വികസിപ്പിച്ചാൽ നമ്മുടെ കോതമംഗലം ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളിലെ മലയോര മേഖലയെ, കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്താൻ ഉപയോഗപ്പെടുത്താം.